കർത്താവെ ആപത്തും അനർത്ഥമൊന്നും കൂടാതെ രോഗമൊന്നും വരാതെ നല്ല ആഗ്രഹം 2026 സമാധാനമായി ജീവിക്കാൻ ഞങ്ങൾക്കൊരു വർഷം നല്ല സകലം കൂടെ ഉയരത്തിലുള്ള ഒരു ആഗ്രഹം പറയട്ടെ. എന്നിൽ കാണട്ടെ യേശുവിൻ അങ്ങനെ 2026 ജീവിച്ചാൽ 2026 അവസാനത്തിൽ തമ്പുരാൻ വലിയ സന്തോഷം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ആവേശവും അതായിരുന്നു let the beauty of Jesus be seen in me. എന്നിൽ കാണട്ടെ യേശുവിൻ എന്നിൽ കാണട്ടെ യേശുവിൻ ആദ്യത്തെ 12 വാക്യങ്ങൾ വായിക്കും. അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിന്മേലിരിക്കും. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്ത് അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കും. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നു. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി, തൊങ്ങൽ വലുതാക്കി, അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനവും, മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകും. നിങ്ങളോ റബി എന്ന പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തും. അധ്യായം അവസാനിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവർ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കുമ്പോൾ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി. നിങ്ങൾക്കോ മനസ്സായി, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന്
ഞാൻ നിങ്ങളോട് പറയും, പ്രാർത്ഥിക്കും. കർത്താവേ, തിരുവചനത്തെ ഞങ്ങൾക്ക് വിഭാഗിച്ചു ഇന്ന് വന്ന് കൂടിയത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം ധന്യതയ്ക്ക് രൂപാന്തരത്തിൽ എൻ്റെ ദാസൻ പ്രാർത്ഥിച്ചത് വിശുദ്ധിയിലേക്ക് വളരുന്നത് ദൈവകൃപ കൂടുതൽ പ്രാപിക്കുന്നത് ഇടയാക്കണം. ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. പാടി നിന്നെ മഹത്വപ്പെടുത്താൻ നിന്റെ മക്കൾ ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ ഇടവകയ്ക്കായി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ വിലയേറെ ഭൃത്യനായി സ്തോത്രം. വന്നുകൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും വാഴ്ത്തി അങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശു കർത്താവ് ഹൃദയഭാരത്തോടെ പ്രസംഗിക്കുന്ന ഒരു സന്ദേശം ചില സ്ഥലങ്ങളിലൊക്കെ അതിശക്തമായി വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സന്ദേശം അവസാനിക്കുമ്പോൾ കർത്താവ് കരയും, വിലപിക്കും. യെരൂശലേമേ, എത്ര വട്ടം നിന്നെ ചേർപ്പാൻ എനിക്ക് മനസ്സായി. കർത്താവ് അന്നത്തെ ഭക്തി ലോകത്തെ നോക്കി വലിയ ഹൃദയഭാരത്തോടെ ആ വേദഭാഗവും അതിൻ്റെ ചുറ്റുപാടൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഭക്തി കേന്ദ്രത്തിൻ്റെ നടുവിലാണ് യേശുരാൻ്റെ. വിചാരികളുടെ നടുവിലാണ് എന്നെനിക്ക് തോന്നുന്നില്ല. 24-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യേശു ദൈവാലയം വിട്ടുപോയതാണ്. അപ്പോൾ കർത്താവ് was in the midst of religious people. ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യം. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചത് ആത്മീയരെന്ന് പറയുകയും കർത്താവിൻ്റെ തോതിൽ ആത്മീയത ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. ലോകം മുഴുവൻ ഇപ്പോൾ വ്യാജം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് ഒരു നല്ല ശതമാനവും വ്യാജം. കേൾക്കുന്നത് വ്യാജം, കാണുന്നത് വ്യാജം, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് വ്യാജം, എല്ലാ ബിസിനസ്സിലും വ്യാജം. ഇത് എന്തുകൊണ്ടോ ആധ്യാത്മിക കോളത്തിലേക്കും കടന്നു വന്നു. ദൈവഭക്തിയിലും കൂടെ വ്യാജമായുള്ളൊരു ജീവിതം. ഏറ്റവും വേദനാപൂർണമായ കാര്യം അവിടെയാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാജം പ്രവർത്തിക്കുന്നത് തെറ്റാണ്. എന്നാൽ ആത്മീയതയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വ്യാജം പ്രവർത്തിക്കുക, വ്യാജ ഭക്തിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അബദ്ധം എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര അപാകതം നിറഞ്ഞതാണെന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു അനുഭവത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ഇപ്രകാരം നാം സംസാരിക്കുന്നതായിട്ട്. ഈ ദൈവഭക്തി, മതഭക്തി, ഏത് മതമായാലും അതിനകത്ത് ട്രഡീഷൻ ഉണ്ടാകും, പാരമ്പര്യം ഉണ്ടാകും. പാരമ്പര്യവും ഉണ്ടാകും, പൈതൃകവും ഉണ്ടാകും. ബോത്ത് ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ്, ഇത് രണ്ടും ദോഷമല്ല, ഒരിക്കലും ചിന്തിക്കണം. ഇങ്ങനെയുള്ള നല്ല പാരമ്പര്യം, ഞാൻ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നല്ല പാരമ്പര്യമുള്ള അങ്ങനെ ആത്മീക കുടുംബത്തിലും ദൈവസഭയിലും എനിക്ക് വളരാനിടയായാലും ദൈവത്തെ സ്തുതിക്കുന്നു. പൈതൃകം അതൊക്കെ എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വലിയ അർത്ഥമുണ്ട്. എന്നാൽ അത് അന്തസത്തയുള്ളതായിരിക്കണം. ഇപ്രകാരം വെറും പാരമ്പര്യവും പൊള്ളയായ പൈതൃകവും ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എംപ്റ്റി ട്രഡീഷൻ, അതിനകത്ത് അർത്ഥവത്തായ ഒന്നുമില്ലാതെ വരുമ്പോൾ അത് വലിയ ദോഷമാണ്. പാരമ്പര്യവും നല്ലതാണ്, പൈതൃകവും നല്ലതാണ്. എന്നാൽ അതിനകത്ത് അത് പൊള്ളയാണെങ്കിൽ അതേറെ ദോഷം ചെയ്യും. ട്രഡീഷൻ നല്ലതാണ്. നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. വില്ലമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ പൂച്ചയെ ബന്ധിച്ചേച്ച് കിടക്കുമായിരുന്നെന്ന് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മച്ചിയെ ശല്യം ചെയ്യരുത്, അതുകൊണ്ട് ഒരു ചെറിയ ഒരു ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചേച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തലമുറ വന്നപ്പോൾ അവരെ ഇങ്ങനെ വില്ലമ്മച്ചി പൂച്ചയെ ബന്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്, കെട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് അവരും കുറച്ച് കാലം അങ്ങനെ ചെയ്യുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പൂച്ചയങ്ങ് പോയാലും ബെൽറ്റ് കെട്ടിയേച്ച് അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? എന്തിനു വേണ്ടിയാണ് ഈ പാരമ്പര്യം? എന്തിനാണ് ഈ ട്രഡീഷൻ?
ഞാനൊന്ന് മറന്നുപോയി. ആധുനിക തലമുറയൊന്ന് നോക്കിക്കോട്ടെ, എന്തുകൊണ്ടാണിത്? അതിൻ്റെ അന്തസത്ത അറിയത്തില്ല പലപ്പോഴും. അതുകൊണ്ട് ട്രഡീഷനെ വിമർശിക്കുകയല്ല, ട്രഡീഷനായി സ്തോത്രം, നല്ല പൈതൃകത്തിനായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനകത്ത് അന്തസത്ത ഉണ്ടായിരിക്കണം, റിയാലിറ്റി ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ഏറെ ദോഷം ചെയ്യും. അങ്ങനെയുള്ളൊരു മതഭക്തന്മാരുടെ നടുവിലാണ് കർത്താവ് നിൽക്കുന്നത്. അപ്പോൾ പൊള്ളയായ ഭക്തിയിൽ നിന്നും അപാകതകളിൽ നിന്നും നാം വേർപെട്ട് ജീവിക്കണം. അതുകൊണ്ട് ഈ ജ്ഞാനയോഗത്തിൻ്റെ ആദ്യം ഇതൊരു ആളുകളെ അങ്ങ് ഒരുമാതിരി സന്തുഷ്ടിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സന്ദേശമല്ല, എങ്കിലും നിങ്ങളെ ആത്മീക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അത് പറയണമെന്നാണ് എൻ്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹം. ഒന്നാമതായിക്കാട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ അപാകത ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ശബ്ദമയമായ ഒരു ഭക്തിയാണ് അവരുടെ. പക്ഷേ അതവരുടെ നടപ്പിലില്ല. വെരി മച്ച് ഓഡിബിൾ ബട്ട് നോട്ട് വിസിബിൾ. ഈ ദൈവഭക്തിയെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, ധാരാളം. അപ്പോൾ ഇവിടെ ഈ മതഭക്തന്മാർക്ക് ദൈവവചനം അന്നത്തെ ന്യായപ്രമാണത്തെ കുറിച്ച് പറയാൻ അതിൽ നല്ലൊരു ശതമാനത്തിന് മനഃപ്പാടമായി അറിയാം. നമ്മുടെ കൂട്ടൊന്നുമല്ല. വ്യാഖ്യാനിക്കാൻ അവരൊന്നിച്ചു കൂടിയാൽ നന്നായി വ്യാഖ്യാനിക്കാനും അറിയാം, ധാരാളം അറിയാം. പക്ഷെ കർത്താവ് അവരോട് പറഞ്ഞ്, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അപ്പോൾ ഒരു ആധ്യാത്മിക ഗോളത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ തലമുറയോട് കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്ന് പറയുകയാണ്. അവർ പാടുകയും പ്രാർത്ഥിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ കേൾക്കണേ. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കി, എന്തുമാത്രം വേദന വരും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാപട്യം എന്ന് പറയും. കേൾക്കാൻ ഒരുപാടുണ്ട്, കാണാനില്ല. സംസാരത്തിലും വിശ്വാസത്തിലും അവകാശപ്പെടുന്നു, എന്നാൽ ജീവിത ശൈലിയിൽ പ്രതിഫലിക്കുന്നില്ല. ആധുനിക വിശ്വാസ സമൂഹത്തിന്റെ വലിയ അപാകത ഇവിടെയാണ്. They cannot see. കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നോക്കണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോമി. നിങ്ങൾ ഇപ്പോഴത്തെ ഭാഷയിൽ ഇംഗ്ലീഷ് കുഞ്ഞുങ്ങൾ പറയുന്നത് ഷോമി. എൻ്റെ കൊച്ചു മക്കളെന്ന് പറയുക, അപ്പച്ചാ ഷോമി, ഇതൊന്ന് കാണിച്ചെന്നാണ് പറയുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് ചെയ്യും, പക്ഷേ പെട്ടെന്ന് ചെയ്താണ് ഇതെങ്ങനെയാണെന്ന് കാണിക്കും. They want to see. അപ്പോൾ കേൾക്കാൻ ഒരുപാടുണ്ട്, പക്ഷേ കാണാനില്ല. നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അവൻ ആരോഹണം ചെയ്യുന്നത് വരെ ചെയ്തും ഉപദേശിച്ചും പോന്നു. അപ്പോൾ എഴുതാൻ തുടങ്ങുന്നതിൻ്റെ ആരംഭത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു ആരോഹണം ചെയ്യുന്ന നാൾ വരെ. പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആയിരുന്നെന്നല്ല പറഞ്ഞു. ആശയം പിടികിട്ടിയോ? അതായത് കർത്താവ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആയിരുന്നു, അങ്ങനല്ല. ആരോഹണം ചെയ്യുന്ന നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു. ആദ്യം കേൾക്കുന്ന വാക്കെന്നാന്ന് നോക്കിക്കേ, അവൻ ചെയ്തും ഉപദേശിച്ചു. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നോക്കാട്ടെ. ഇതുകൊണ്ടാണ് കർത്താവ് കാപട്യത്തെ കാണുമ്പോൾ അതിഭയങ്കരമായി വിമർശിക്കുന്നത്. യേശു കർത്താവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചതും അതാണ്. ഇവിടെ കരഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. ഹൃദയത്തെ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണ് തൻ്റെ ജനത്തിൻ്റെ നടുവിലുള്ള കാപട്യം. യേശു കർത്താവിനെ മാത്രമല്ല, ആത്മീക നേതൃത്വത്തെ. ഈ 1-ാമത്തെ രാജാവായിരുന്ന ശൗൽ തൻ്റെ ജീവിതത്തിൽ കാണിച്ച കാപട്യം നമ്മളത് ഇച്ചിരി ഒന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്.
1 ശമൂവേൽ 18 പറഞ്ഞത് ചെയ്തില്ല. അമാലേക്കരെ കൊന്നൊന്നുമില്ല, കൊല്ലണമെന്നാണ് പറഞ്ഞത്. അമാലേക്കർക്കുള്ളതെല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞു, അതൊന്നും ചെയ്തില്ല. അല്പാൽപമൊക്കെ ചെയ്തതിന് ശേഷം മടങ്ങി വന്ന് ആരാധനയൊക്കെ ഇന്ന് തുടങ്ങി. ജ്ഞാപകസ്തംഭമൊക്കെ നാട്ടി ഘോഷയാത്രയും നടത്തി. അങ്ങനെയാണ് ആ വേദഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊന്നും ഒരു കുറവില്ല. പക്ഷെ അനുസരിച്ചിട്ടില്ല. ഇത് നിമിത്തം ശമൂവേൽ പ്രവാചകൻ കരഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ 1 ശമൂവേൽ 16 അധ്യായത്തിന് 1 വാക്യം വായിക്കുമ്പോൾ ദൈവം ശമൂവേലിനോട് പറയാ, നീ കരയുന്ന അങ്ങ് നിർത്തണം. കരഞ്ഞാൽ ഒരുപാട് കരഞ്ഞിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആത്മീക നേതൃത്വത്തിനും വലിയ ദുഃഖമാണ്. ഫേക്ക് റിലിജിയൻ. ഭക്തിയുണ്ട്, ഭക്തി ശരിയല്ല. ഇതുകൊണ്ടാണ് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്നത്. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ നിവർത്തിക്കുകയും ഹൃദയത്തിനകത്ത് അത് വയലേറ്റ് ചെയ്യുകയും അത് ലംഘിക്കുകയും ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പ്രമാണിക്കുകയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതേ പ്രമാണം വയലേറ്റ് ചെയ്യുക, ലംഘിക്കുക. അദ്ദേഹം പറഞ്ഞ എത്ര ശരിയാണെന്നറിയാം. പലതും പുറമേ പ്രമാണിക്കും, പക്ഷേ ആന്തരികമായി അത് നിവർത്തിക്കുന്നില്ല. വാസ്തവത്തിൽ അത് ശരിയല്ലേ? വലിയ പ്രസിദ്ധനായ ഒരു ഫിലിം ആക്ടറായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ വായിച്ചതുകൊണ്ടറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു ലിഫ്റ്റിലോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ കൂടെ ആ ലിഫ്റ്റ് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഇത്ര പ്രസിദ്ധനായ മനുഷ്യനാണല്ലോ എന്ന്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഉടനെ ചോദിച്ചു, ആർ മിസ്റ്റർ റോബർട്ട് റീഡ്? വലിയൊരു പ്രസിദ്ധനായ മിസ്റ്റർ, നീ റോബർട്ട് റീഡ് തന്നെയാണോ? പിന്നെ ആ മനുഷ്യൻ ആ സ്ത്രീയോട് പരമാർത്ഥം അദ്ദേഹം പറഞ്ഞു, ഞാൻ തനിയെ ഇരിക്കുമ്പോഴല്ലാതെ ഒരിക്കലും ഞാൻ റോബർട്ട് റീഡ് അല്ല. തനിയെ ഇരിക്കുമ്പോൾ ഞാൻ കറക്റ്റാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വേറെ ഒന്നാണ്. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു, 51 സങ്കീർത്തനത്തിൽ അനുദപിക്കുന്ന സമയത്ത്, തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി അനുദപിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, നീ ആഗ്രഹിക്കുന്ന അന്തരംഗത്തിലെ സത്യമാണ്, ട്രൂത്തിന്റെ ഇന്നർമോസ്റ്റ് ബീ. യാഗം കഴിക്കാനാണെങ്കിൽ തമ്പുരാനെ, നിനക്ക് എത്രയോ ആടുപാടുകളുണ്ട്, ഇല്ലയോ? യാഗം നീ കൊതിക്കുന്നില്ല, അതൊന്നും അല്ല നീ ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് അന്തരംഗത്തിലെ സത്യം. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം. എങ്ങനെയുണ്ട് എന്ന് നോക്കണം. ഞാൻ ഒരുപാട് ഉപയോഗിച്ച് അത് കേട്ടിട്ടുള്ള ആളുകൾ വരും. ഒരു മനുഷ്യൻ ചെന്ന് വെനീസ് എന്ന് പറയുന്ന സ്ഥലത്ത് യാത്രയിൽ വന്ന്, ഈ ട്രാൻസിറ്റ് എന്ന് പറയും, ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം, അവിടെ ടച്ച് ചെയ്തിട്ട് പോവുക. അവിടെ ഇറങ്ങിയെന്നേ ഉള്ളൂ, ഇറങ്ങി ഒരു ദിവസമൊക്കെ ചിലവഴിച്ചേച്ച് പിന്നെ അടുത്ത ഫ്ലൈറ്റേക്ക് പോകും. വെനീസ് വലിയ പ്രസിദ്ധമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഷോപ്പ് ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്തപ്പോൾ തിരക്കിയപ്പോഴാണ് അവിടെ ഫെസ്റ്റിവൽ. അപ്പോൾ വലിയ ആഗ്രഹത്തോടാണ് ലാൻഡ് ചെയ്യുന്നത് അവിടെ ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പം നിരാശനായിട്ട് ഇരിക്കുന്ന ഉടനെ അവിടെ ഉള്ള ഒരു ഗൈഡ്, ഇവിടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഗൈഡുണ്ട്. ഗൈഡിനോട് പറയുമോ, ഇവിടെ ഞാൻ വന്നിറങ്ങിയത്, എനിക്ക് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തെനിക്കോ. സാറെ ഭാരപ്പെടണ്ട, ഞാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷോപ്പ് എല്ലാം അടച്ചിരിക്കുക. പക്ഷേ പുറകിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ പുറകിൽ കൂടെ അഴിയെ ചെന്നപ്പോൾ ഈ ഷോപ്പിലേക്ക് എല്ലാം കയറാൻ പുറകിലൊരു വാതിലുണ്ട്, അത് തുറന്നിട്ടുണ്ട്. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അകത്തെല്ലാം ആളുകളും. മുമ്പേ നോക്കിയാലുണ്ടല്ലോ, പെരുന്നാളായതുകൊണ്ട് അടച്ചേക്കും. അകത്തോ കച്ചവടം പതിവ് പോലെ. അനേകരുടെ ദൈവഭക്തി ഇങ്ങനെയാണ്. പുറമേ നല്ലതായിട്ട് അടച്ചിരിക്കുക കേട്ടോ. ആന്തരികമായി കച്ചവടം, പരിപാടികൾ, പദ്ധതികൾ, ജീവിതശൈലികൾ, ഹാബിറ്റ്സ്, പരിചയങ്ങൾ,
എല്ലാം പതിവ് പോലെ അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു രൂപാന്തരം ആവശ്യം. ഇങ്ങനെയുള്ള സമൂഹത്തെ 24-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥ, യേശു ദൈവാലയം വിട്ടുപോയി എന്ന് പറയുന്നത് ആലയത്തിന്റെ മഹിമ മങ്ങിപ്പോയെന്നുണ്ട്. ഹെരോദാവൊക്കെ എത്രയോ വർഷങ്ങൾ ചെലവഴിച്ച് പണിതാണ്. വെരി ബ്യൂട്ടിഫുൾ. ഒരു കല്ല് തന്നെ എത്രയോ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ളത്, മനോഹരമാണ്. ആരൊരാൾ പറഞ്ഞു, എതിരെ ഇരിക്കുന്ന കുന്നേ ഇതിലോട്ട് നോക്കിയാൽ വെളുത്ത കല്ലായതുകൊണ്ട് തിളങ്ങുമെന്നാ പറയാം. പക്ഷേ കർത്താവ് വിട്ടേച്ചു പോയി. കാരണം അന്തരംഗത്തിലെ സത്യം കർത്താവ് ആഗ്രഹിക്കും. വേദോസത്തിൽ ഗലാത്യലേഖനം 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ പരിഹസിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ ഗോഡ് ഇസ് നോട്ട് മോക്ക്ഡ്. ദൈവത്തെ വഞ്ചിക്കാനല്ല. കാരണം പുറമെ മുമ്പ് അങ്ങനെയൊക്കെ പോളിഷ് ചെയ്ത് വെച്ചാലും അന്തരംഗം അറിയുന്ന ഒരു കർത്താവുണ്ട്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അതരം കൊണ്ട് അവരെന്നെ പുകഴ്ത്തുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സറിയോ, അങ്ങനെയൊക്കെ എങ്ങനെ ഒക്കുന്നില്ല. അപ്പൊ ഓർമ്മ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പരമാർത്ഥത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓണസ്റ്റി, പരമാർത്ഥം. നമ്മൾ ആരും പൂർണ്ണരല്ല. നിത്യതയുടെ ഇപ്പുറത്ത് വെച്ച് നമ്മൾ ആരും പൂർണ്ണരാകത്തില്ല. പക്ഷേ പരമാർത്ഥിയായിരിക്കണം. ഇല്ലാത്ത ഉണ്ടെന്ന് പറയരുത്. അതുകൊണ്ടാണ് ചൈനയിലെ ഒരു രാജാവ് അനന്തരാവകാശിയെ വാഴിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് മക്കളില്ല. അപ്പം നല്ലൊരു ചെറുപ്പക്കാരനെ വേണം. അപ്പൊ അദ്ദേഹം ആളുകളെ വിളിച്ചു, ഇപ്പം 100 ചെടിച്ചട്ടി എടുത്തേക്ക്, അതിനകത്ത് പാകാൻ ഒരു വിത്ത് എല്ലാവരുടെയും കയ്യിൽ പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയതിനു ശേഷം 6 മാസത്തിന് ശേഷം എൻ്റെ അടുക്കൽ ഇത് കൊണ്ടുപോയി. അപ്പോൾ ഓരോരുത്തരും കൊണ്ടുപോയി. പലരും നല്ല ചെടികളുമായിട്ട് പടങ്ങി. ഒരു കച്ചവടം വന്നേച്ച് പറഞ്ഞു, എൻ്റെ രാജാവെ, ഞാൻ ശ്രമിച്ചിട്ട് ഇതിന് വേണ്ടുന്ന വളം എല്ലാം ചെയ്തിട്ട് ഒന്നും കിളിച്ചേക്കുന്നു. അപ്പൊ ബാക്കി എല്ലാം ഇങ്ങനെ നല്ല തളിർത്ത പൂവുണ്ട്, എൻ്റെ എല്ലാം ഭംഗിയായിരുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, നിന്നെ ആക്കാൻ പോവാ. കാരണം ഞാൻ വിത്ത് തന്നപ്പോ അത് പുഴുങ്ങിയേച്ചാണ് എല്ലാവർക്കും കൊടുത്തു. കിളിക്കുന്ന നല്ല കൊടുത്തത്. അപ്പം കിളിക്കാത്തതിനെ കിളിപ്പിച്ച് കൊണ്ടുവന്നു മിടുക്കന്മാർ. നേരിന്റെ ഉടമ ഒരുത്തനുണ്ടായിരുന്നു. കിളിക്കാത്തത് കിളിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവഭക്തി എന്തുവാ? അന്തരംഗത്തിലെ സത്യം. പണ്ട് വെളിപ്പാട്, ഇപ്പം എൻ്റെ കുഞ്ഞാണ് വെളിപ്പാട് പുസ്തകം നന്നായിട്ട് പണ്ടിപ്പം പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെളിപ്പാട് പുസ്തകം മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ട് പെയിന്റ് കണ്ടില്ല. എന്തെല്ലാം ഉണ്ട്, വലിയ മുത്തുണ്ട്, തങ്കമുണ്ട്, എല്ലാം ഉണ്ട്. നല്ല മുത്തിൻ്റെ പേരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്തെല്ലാം ഉണ്ടല്ലേ, പക്ഷെ അതിനകത്ത് പെയിന്റ് ഇല്ല. കാരണം എന്നാണെന്നറിയോ? ദൈവരാജ്യത്തിൽ പെയിന്റ് അടിയില്ല. അപ്പോൾ നമ്മുടെ ദൈവഭക്തി എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യർ കാണുക നന്നായി, ഹൃദയത്തിൽ അതേ പ്രമാണങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ആദരത്തിൽ പാട്ടുണ്ട്, ഹൃദയത്തിൽ പാട്ടുണ്ടോ? അകത്ത് സ്തോത്രം ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമായ ഒരു സ്തോത്രഗാനം നമ്മുടെ അധരത്തിൽ ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്നത് ഇതാകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർത്തുകൊള്ളണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്
വെടിപ്പുള്ള ജീവിതം, പരമാർത്ഥതയുള്ള രണ്ട് നോക്കാട്ടെ. 4-ാമത്തെ വാക്യം നോക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ കഴിയുന്നു, അവരെ ഈ മതഭക്തന്മാർ മറ്റുള്ളവരുടെ റോഡിൽ ഘനമുള്ള ചുമടങ്ങ് വെക്കും. ഇവര് കൈയുടെ വിരലുകൊണ്ട് പോലും അതെ തൊടത്തില്ല. ഞാനതിനെ വ്യാഖ്യാനിച്ച് പറയാം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. അപ്പൊ അവർക്ക് രണ്ട് തോതാണ്, രണ്ട് സ്റ്റാൻഡേർഡാണ്. മറ്റുള്ളവർക്കൊന്ന് അവരെ സംബന്ധിച്ചോളം നമ്മളതിൽ നിന്ന് വലിയ വിഭിന്നതൊന്നും അല്ല. മറ്റുള്ളവരിൽ നിന്ന് ആത്മീയമായ വലിയ തോതാണ് നമ്മുടെ പ്രതീക്ഷ. അവിടെ എങ്ങാനും വല്ല വീഴ്ചയും വന്നെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ആ മനുഷ്യനെ ഒതുക്കിക്കളും. വല്ലവനും ഒരു ബലഹീനതയിൽ വീട് പോയെങ്കിൽ ഗലാത്യലേഖനം 6-ാമത്തെ അധ്യായം പഠിക്കും. ആത്മീകരായ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ്. നമ്മളെല്ലാം കൂടെ വട്ടം കൂടി അവരെ വെടിവെക്കും. ആരോ ഒരാൾ പറഞ്ഞു, ദൈവസഭയെന്ന് പറയുന്ന വട്ടാളത്തിൽ മാത്രമേ സ്വന്തം കൂട്ടത്തിലുള്ള വട്ടാളക്കാരനെ വെടിവെക്കത്തുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും സ്വന്തം ഗ്രൂപ്പിലുള്ള സ്വന്തം രാജ്യത്തിനോട് വെടിവെക്കത്തില്ല. നമ്മളെങ്ങനെ അറിയാവും? ആരെങ്കിലും എന്തെങ്കിലും ബലഹീനത കാണിച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന്. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റാൻഡേർഡ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേറൊരു സ്റ്റാൻഡേർഡ്. ഞാനിത് അപ്ലൈ ചെയ്യുന്ന എവിടെയാണെന്ന് ഇപ്പൊ പറയാം. കുഞ്ഞുങ്ങളോട് പറയുന്ന ചില പ്രമാണം കേട്ടാവുന്നുണ്ട്. അവനെടാ ദുഃഖത്തിൽ നമ്മുടെ വീട്ടിലെ അത് പാടില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്നത് സ്വന്തം ജീവിതത്തിലും എങ്ങനെയാണ്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. എത്രയോ ശോചനീയമായ അവസ്ഥ. ഒരു പോലീസ് ഓഫീസറുണ്ട് അമേരിക്കയിൽ. അദ്ദേഹം ഒരു ടീനേജേഴ്സ്, അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെട്ട ഒരു കൗമാരപ്രായക്കാരെല്ലാം കൂടെ പോയ ഒരു വാഹനത്തെ വാഹനം ഇടിച്ച് അതിലെ കുഞ്ഞുങ്ങൾ പലരും മരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് മകളോട് അതിനകത്ത് ഉൾപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം വലിയ രോഷാകുലനായി, ആംഗ്രി. അപ്പോൾ അത് അവർ പഠിച്ചപ്പോൾ മനസ്സിലായി വാഹനം ഓടിച്ച പയ്യൻ മദ്യപിച്ചിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് അറിയണം ഈ ടീനേജറിന്, ഈ കൗമാരപ്രായക്കാരന് മദ്യം കൊടുത്തത് ആരാണ്. അപ്പോൾ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അത് അന്വേഷിക്കാനൊന്നും അദ്ദേഹത്തിന് പ്രയാസമില്ലല്ലോ. പോലീസുകാരെ കൊണ്ട് ഭംഗിയായിട്ട് അന്വേഷിച്ചിട്ടൊന്നും അവിടെ പിടികിട്ടിയില്ല. ഇതാരായി മദ്യം കൊടുത്തത്? അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചെറിയ സെല്ലറുണ്ട്. ഇപ്പോഴും വലിയ മദ്യപാനമൊന്നുമില്ല, പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു സെല്ലറും കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊക്കെ വരുമ്പോൾ ഒരു ദിവസം അത് തുറന്നപ്പോൾ അതിനകത്തൊരു കുറിപ്പ്, മോടെ കുറിപ്പ്. ഡാഡി, ഞങ്ങൾ പുറത്തു പോവുക, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഞങ്ങൾക്കൊരു ബോട്ടിൽ ലിക്കറിന് എങ്ങനെയും കിട്ടിയില്ല, അതുകൊണ്ട് ഡാഡിയുടെ അതൊന്ന് എടുക്കുക. കുറിപ്പാത്രം എവിടെയാണ് വീഴ്ച? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നെങ്കിൽ നാം വളരെ ശക്തമായിട്ട് വിമർശിക്കും. അകത്തോ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യും. ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളവരാണോ? മറ്റുള്ളവർക്ക് വലിയ തോന്നും, നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ എന്തെങ്കിലും വന്നാൽ പറയുമോ അതൊരു ബലഹീനതയല്ലേ. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിശക്തമാണ്. മൂന്നാമത് അവരുടെ ജീവിതത്തിലെ വീഴ്ച ഒന്ന് നോക്കിയാട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു തിളക്കം വേണം അതിൻ്റെ. അപ്പോൾ ഈ ദൈവഭക്തിക്ക് തിളക്കം കൂട്ടുക. ഈ തിളക്കം കൂട്ടുന്ന എപ്പോഴാണ്? അകത്തറിയില്ലാത്തപ്പോഴാണ് ഈ തിളക്കം വേണ്ടി. ഇക്കാലത്ത് ആധ്യാത്മിക ഓളത്തെ
പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു ലക്ഷമായിരിക്കണം, കണ്ടാറുണ്ടല്ലോ, അതിന് ലക്ഷമായിരിക്കും. കൺവെൻഷനൊക്കെ വലിയൊരു കണ്ടാൽ അനുഭവത്തിൽ എങ്ങനെയാണെന്നുള്ളത് വേറെ കാര്യം. കണ്ടാൽ നല്ല ലക്ഷമായിരിക്കണം. ആൾക്കൂട്ടം വരുന്നതും ആ സ്റ്റേജും അത് ഭയങ്കരമായിട്ട് 200 പേരുള്ള പോയാൽ തെറ്റൊന്നുമില്ല. പക്ഷെ 200 പേര് കൂടുന്ന പയറല്ല വിഷയം. അകത്ത് ആന്തരികമായിട്ട് അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം. മറ്റുള്ളവർ നല്ല നന്നായിരിക്കണം, കണ്ട് ആരും കുറ്റം പറയുന്നത് ഭംഗിയായിരിക്കണം. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലയോ? നമ്മുടെ ഉള്ളിലെ പൊള്ളയായ അവസ്ഥ പുറമേയുള്ള അലങ്കാരം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ. അതുകൊണ്ടാണ് ശൗരാജാവിന്റെ കാര്യം ഞാൻ ഒന്ന് ഉദ്ധരിക്കാൻ കാരണം. അനുസരണക്കേട് കാണിച്ച മനുഷ്യനാണ് ശൗരാജാവ്. ദൈവത്തെ അനുസരിക്കാതെ ദൈവം കൊടുത്തത് വളരെ വ്യക്തമായ കൽപ്പനയാണ്. നീ അമാലേക്യരോട് യുദ്ധത്തിന് പോകുമ്പോൾ അമാലേക്യരെ നശിപ്പിക്കണം. അതിന് വേറെ ഒന്നും അവിടെ കൊടുത്തില്ല. എന്നാൽ അവിടെ ചെന്നപ്പോൾ മേത്തരമായതൊക്കെ കണ്ടപ്പോൾ കൊണ്ടുപോകണമെന്നൊരു ഉള്ളാഗ്രഹം അകത്തെ, അതിനെ മേത്തരമായതെല്ലാം ശേഷിപ്പിച്ചു, ഹീനമായതെല്ലാം നശിപ്പിച്ചു. അനുസരിച്ചോ ചോദിച്ചാൽ അനുസരിച്ചില്ലയോ? എന്നാൽ അനുസരിച്ചോ? അനുസരിച്ചില്ല. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം 100% അനുസരണമാണ്. ഏകദേശം അനുസരണം ദൈവരാജ്യത്തിൽ അനുസരണമല്ല. ഓൾമോസ്റ്റ് ഒബീഡിയൻസ് ഈസ് നോട്ട് ഒബീഡിയൻസ്. ദൈവം ആഗ്രഹിക്കുന്ന ഈ അനുസരിക്കാതെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഇപ്രകാരം ചെയ്തതായി കാണുന്നു. അദ്ദേഹം ഘോഷയാത്രയും നടത്തി യാഗവും നിവർത്തിച്ച് മടങ്ങിപ്പോയി. ഇങ്ങനെയാണ് 12-ാമത്തെ വാക്യത്തിൽ 15-12 എതിരേൽപ്പാനായി എഴുന്നേറ്റ് ശൗൽ കർമ്മേലിലെത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി. അപ്പോൾ പുറത്തു നോക്കിയാൽ എന്തൊരു തിളക്കം! ദൈവം കൊടുത്ത ജയത്തിന് മടങ്ങി വന്ന് ഘോഷയാത്ര, തമ്പുരാൻ ഘോഷയാത്ര, ഒരു ജ്ഞാപക സ്തംഭം, മെമ്മോറിയൽ, ഇതെല്ലാം നടത്തി വെച്ചാണ് മടങ്ങിപ്പോയി. പക്ഷേ ഘോഷയാത്ര കൊണ്ടും ജ്ഞാപക സ്തംഭം കൊണ്ടും അനുസരണക്കേടിനെ മറച്ചു വെക്കാൻ പറ്റും. യു കനോട്ട് ഹൈഡ്. അതുകൊണ്ട് തിളങ്ങുന്ന പ്രവൃത്തി കൊണ്ട് ഡിസ്പ്ലേ. ഈ ഒരുപാട് കമ്പനികൾ കടത്തിലോട്ട് കയറുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ മുമ്പിലത്തെ ആ ഓഫീസൊക്കെ ഉണ്ട്, എല്ലാം ഭംഗിയാക്കി വെക്കും. അതങ്ങ് ഇടിഞ്ഞു പൊടിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. കാരണം നന്നായിരിക്കണം. ഫ്രം ദി ഔട്ട് വാട്ട് മാറ്റേഴ്സ് ഈസ് ദ ബാലൻസ് ഷീറ്റ്. അതറിയാം, അവരുടെ അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റിനാണ് കഥ. ഓഫീസിലെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി ഭംഗിയായിരിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും കഥയുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ആധ്യാത്മിക ബാലൻസ് ഷീറ്റ് മോശമാണ്. പക്ഷേ ലോകം നോക്കുമ്പോൾ അതിഭംഗിയായി വെളിപ്പെടുത്താൻ ഞാൻ നിങ്ങൾ മാറ്റെടുക്കും. നമ്മുടെ ഹൃദയത്തെ ഇന്ന് ശോധന ചെയ്യണം. ഭക്തിയുടെ വേഷമല്ല, അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി തീരരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കും. 4-ാമത് നോക്കാട്ടെ, ഇവർക്കുള്ളൊരു തോൽവി നോക്കാട്ടെ. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 6-7 വാക്യത്തിൽ അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ന് മനുഷ്യർ രബി എന്ന് വിളിക്കുന്നതും അവർക്ക് വലിയ പ്രിയമാണ്. അത്താഴത്തിന് ചെന്നാൽ പ്രധാന സ്ഥലം കിട്ടണം, പള്ളിയിൽ ചെന്നാൽ മുഖ്യാസനം കിട്ടണം, അങ്ങാടിയിൽ കൂടെ പോകുമ്പോൾ വന്ദനം കിട്ടണം. പിന്നെ മനുഷ്യർ രബി എന്ന് വിളിക്കുന്നത് അതിനകത്തൊന്നും തെറ്റുണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. ഇതാണ് അവർക്ക് പ്രിയം. ദേ ആർ ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ
ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ നോക്കാട്ടെ, ഇതാണ് പ്രധാനം. എന്നാൽ താഴോട്ട് നോക്കാട്ടെ, താഴോട്ട് ഉടനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സഹോദരന്മാരാണ് നാം ഉള്ളത് എന്ന് ഈ 9ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വി ആർ ബ്രദേഴ്സ്. ഞാനതിലേക്ക് വരും. എൻ്റെ അർത്ഥം സ്ഥാനവും പദവിയുമല്ല, സഹോദര ബന്ധം കാക്കുക എന്നുള്ളതാണ് ആധ്യാത്മിക ലോകത്തിലെ പ്രാധാന്യം. റിലേഷൻഷിപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പൊസിഷൻ യു ഹോൾഡ്. ബന്ധങ്ങൾ ശക്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അവളുടെ സ്ഥാനമല്ല, മാനമല്ല, സഹോദരങ്ങളെ ഒത്തുപിടിക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു കൃപാവരം നമുക്കുണ്ടാകണം. ഈ വെല്ലൂര് ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ മോളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സെൻറ്റ് ജോൺസ് CSI ചർച്ചിലാണ്. ഞങ്ങളും അവിടെ ആണ് പോകും. ആ ചർച്ചിനെ കുറിച്ചൊരു വലിയൊരു ചരിത്രമുണ്ട്. ആ ചർച്ചിലൊരു ചരിത്രം വളരെ ഫേമസ് ആയിരുന്നു. ഡോക്ടർ പോൾ ബ്രാൻഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുഷ്ഠരോഗികളുടെ ചികിത്സയിൽ കുഷ്ഠരോഗം വന്ന ആളുകളുടെ കൈകളും കാലുകളും ഒക്കെ രൂപപ്പെടുത്തി എടുക്കാൻ നല്ല സർജനായിരുന്നു. വലിയ ഫേമസ് ആണ് അദ്ദേഹം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അനേകരെ ക്രിസ്തു ഭക്തിയിലേക്ക് കൊണ്ടു. അവൻ്റെ കർമ്മേകൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ കുഷ്ഠരോഗിയായിട്ടാണ് കടന്നു വന്നത്. ഈ ഡോക്ടർ ചികിത്സിച്ച് സൗഖ്യമായി കൈയൊക്കെ അങ്ങ് പോയാൽ ആ ഡോക്ടർ അനേക നാളുകൾ സർജറി ചെയ്ത് കൈയൊക്കെ ശരിയാക്കി. കൈയൊക്കെ ശരിയാക്കുക മാത്രമല്ല, അവിടെ ആ ഹോസ്പിറ്റലിന് അന്ന് ഇങ്ങനെയുള്ളവരെ എംപ്ലോയ് ചെയ്യാനായിട്ട് അവർക്ക് അന്നൊരു സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ കർമ്മേകൻ അവിടെ ഒരു ജോലിയും കൊടുക്കും. ജോലി കൊടുക്കുക മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പോൾ ബ്രാൻഡിൻ്റെ അമ്മ ഈ കർമ്മേകനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ചേർത്തത് സെൻറ്റ് ജോൺസ് ചർച്ചിൽ. അപ്പോൾ സെൻറ്റ് ജോൺസ് ചർച്ചിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. CMCയിലെ ഡോക്ടർമാരും എല്ലാം വന്ന് കൂടുന്നൊരു സ്ഥലം. അപ്പോൾ ഇദ്ദേഹം അതിനെ മെമ്പർഷിപ്പൊക്കെ എടുത്തതിന് ശേഷം സൗഖ്യമായി കേട്ടോ. കൈയൊക്കെ സൗഖ്യമായി. കണ്ടാലൊരൽപ്പം നമുക്ക് തിരിച്ചറിയാം, കൈയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ കുഷ്ഠരോഗിയായിരുന്നത്. അപ്പോൾ കൺഫർമേഷനും എല്ലാം കഴിഞ്ഞ് കമ്മ്യൂണിൻ്റെ ദിവസം ഡോക്ടർ പോൾ ബ്രാൻഡിന് ഒരു വലിയ സംശയം, ഇവനെയും കൊണ്ട് ഞാൻ കമ്മ്യൂണിയൻ ടേബിളിലോട്ട് പോയാൽ എന്തായിരിക്കും ആളുകളുടെ റിയാക്ഷൻ? അന്ന് അദ്ദേഹം കർമ്മേകൻ, ജോൺ കർമ്മേകൻ എന്ന് പേര് പോയി. കമ്മ്യൂണിയൻ ടൈമായി വിളിച്ചു. പോകുന്ന കൂട്ടത്തിൽ കർമ്മേകൻ പോയി. ഉടനെ തന്നെ പുറകിൽ ഡോക്ടർ പോൾ ബ്രാൻഡ് നിന്നു. അവിടെ ചെന്ന ആൾക്കാരെ മുട്ടുകുത്തുന്ന സമയത്ത് രണ്ടുപേർ ഉടനെ കൂടെ മുട്ടുകുത്തി. കർമ്മേകന് കിട്ടിയൊരു ന്യൂസ്, പ്ലാസ്റ്റിക് സർജനാണോ സായിപ്പാണോ നേതാവാണോ അല്ല, മുട്ടുകുത്തിയ സഹോദരന്മാരുടെ ഒരുത്തനാണ് ഞാൻ. അവൻ ദൈവഭക്തി വിട്ടേക്ക് പോകും, പോകത്തില്ല. യഥാർത്ഥ ദൈവഭക്തിയോ കർത്താവെത്ര ഭംഗിയായി നമ്മോട് സംസാരിക്കുന്നു. സ്ഥാനം മാനം പദവിയല്ല. ഇതുപോലൊരു സംഭവം യൂണിവേഴ്സിറ്റി കോളേജിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചർച്ചിലുണ്ട്. അപ്പോൾ ആ ചർച്ചിനൊരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ആരാധിക്കാൻ വരുന്നു കോട്ടിൻ്റെ അയ്യൊക്കെ വിട്ട് ഫോർമൽ ഡ്രസ് എന്ന് പറയും, ഭംഗിയായിട്ട്. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് എടുത്തിട്ട് ഒരു ദിവസം തോന്നി അവനും ഇതിനകത്ത് കയറണോ, വിശ്വാസിയാണ്. അവൻ വന്നു കയറി നോക്കിയപ്പോൾ എല്ലാവരും പുരുഷന്മാരെല്ലാം കോട്ടും സൂട്ടും ഇട്ടായിരുന്നു. അപ്പോൾ ഇതിന് മാത്രം ടീഷർട്ട് ഇട്ടുകൊണ്ടും കൂടെ അവൻ കയറിയപ്പോൾ ഇറങ്ങിപ്പോകാനൊരു മടി കയറി കഴിഞ്ഞു.
എല്ലാം എവിടത്തോളം നോക്കി എല്ലായിടത്തും രണ്ട് സൈഡ് നോക്കിയപ്പോൾ എല്ലാം സൂട്ടിട്ടിരിക്കുന്നു പുള്ളി. അവസാനം ഒരു കാര്യം ചെയ്ത് അവരെ മുമ്പോട്ട് വന്ന് ആ ഫ്രണ്ടിൽ വന്ന് ഇതുപോലെ തറയെ വന്നു കയറിപ്പോയതല്ലേ. അവിടെ ഒരു ഡീക്കണുണ്ട്. ഡീക്കൺ അങ്ങനെ കോട്ട് ഒരു കൈ കൂടി ഓടി വന്ന് അവൻ്റെ അടുത്ത് വന്നു. മോനെ, നീ മാത്രമല്ല കേട്ടോ, ഞാൻ കൂടെ ഉള്ളത്. ദൈവഭക്തി അകത്തേക്ക് കയറണം. രാത്രി ചില മേഖലകൾ നമുക്ക് വലിയ രൂപാന്തരം, അതിനാണ് കൺവെൻഷൻ. കാപട്യത്തിൻ്റെ ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ കർത്താവേ, അന്തരംഗത്തിലെ സത്യത്തിന് വില കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറമേ അങ്ങനെ ഇരിക്കണോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ട്രൂത്ത് ഇൻ ദി ഇന്നർ മോസ്റ്റ് ബീയിങ് നിനക്ക് പ്രസാദമാണ്. മറ്റുള്ളവരെ വിധിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ നോക്കി ഞാൻ എന്നെ തന്നെ വിധിക്കുവാൻ നീ എനിക്ക് കൃപ തരണേ എന്ന പ്രത്യേകം പ്രാർത്ഥന. ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ദൈവരാജ്യം വളരാത്തത് എന്ന് ഓർമ്മ. ഇനി നോക്കട്ടെ, കർത്താവ് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും കൂടെ പറഞ്ഞു. എന്താണ് ആധ്യാത്മികതയുടെ ചില ലക്ഷണം? ഞാൻ ഇടയ്ക്ക് നിന്നൊന്ന് പറയട്ടെ. നിങ്ങളാരെയും പിതാവെന്ന് വിളിക്കരുത്. ഇത് കോട്ട് ചെയ്ത് മിസ്കോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പിതാവെന്ന് വിളിക്കരുത്. നമ്മളെ ഈ എപ്പിസ്കോപ്പിയൻ ചർച്ചിൽ ബിഷപ്സിനെ ചില ഫാദർ എന്നുള്ള രീതിയിലുള്ള ഞങ്ങളുടെ പിതാവായ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ പിതാവായ മെത്രാപ്പൊലീത്തയുടെ പേരൊക്കെ പറയും. അതിനെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തെറ്റുന്നു. അപ്പോൾ എൻ്റെ ഫാദറിനെ കയറി പിതാവെന്ന് വിളിക്കരുതെന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അതിൻ്റെ അർത്ഥം പിതാവെന്ന് വിളിക്കരുതെന്നല്ലോ. അതല്ല, സ്വർഗസ്ഥനായ ഒരു പിതാവിൻ്റെ മക്കളായിത്തീരുന്നു. അതിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. പിതാവ് ഒരുവൻ തന്നെ, അവൻ സ്വർഗസ്ഥൻ. അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിരിക്കണം. ആധ്യാത്മികത ആരംഭിക്കുന്നത് അവിടെയാണ്. എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ, ദൈവ പൈതലാണ്. അവിടെയാണ് ആരംഭം. അത് എനിപ്പം 10-50 വർഷം ആരാധിച്ച CSI ചർച്ചിലെ വിശ്വാസ സമൂഹത്തോട് ദൈവമക്കളാകുക എന്നൊക്കെ പറയുന്നത് ഞാൻ പറയണമെന്നുള്ളത് ചിന്തിക്കും. എങ്കിലും ഞാൻ ഒരു വാക്കിൽ അത് പറയാം. രക്ഷാനിർണയമുള്ളവരായിരിക്കും. കൃപയാൽ വചനം കേട്ടിട്ടുള്ളവർ പലപ്പോഴും ദൈവരാജ്യ ശുശ്രൂഷയിൽ സുവിശേഷ ഘോഷണത്തിലൊക്കെ റെസ്പോണ്ട് ചെയ്തവരൊക്കെ ആയിരിക്കുന്നില്ലേ? അത് നല്ലത്. പക്ഷെ ഒരു കാര്യം, റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നിരും. അപ്പൊ അകത്തൊരു ഉറപ്പ് എന്നാന്നറിയാമോ? ഞാൻ ദൈവത്തിന്റെ ഒരു പൈതലാണ്. അതിന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതാണ് രക്ഷാനിർണയം. അത് ഏത് രീതിയിലാണ് രക്ഷയുടെ അനുഭവത്തിൽ വന്നത്? പൗലോസപ്പോസ്തലൻ കുതിരപ്പുറത്തും താഴെ പോയാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറയുകയാണ് അങ്ങനെ വീണേനെ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെട്ടത് വിവിധ രീതിയിലാണ്. കർത്താവ്, ഞാൻ 7-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മച്ചിയാണ് എന്നെ കർത്താവ് ആരാണെന്ന് എന്നെ പറഞ്ഞു കൊടുക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ എൻ്റെ ഉൾബോധം മനസ്സിലാക്കുമെന്ന് ഞാൻ ഏറ്റു പറയാം. എൻ്റെ കൺഫർമേഷൻ്റെ സമയത്ത് പറയുന്നതിന് മുമ്പേ എൻ്റെ നാവ് കൊണ്ട് ആ പായ ഇരുന്നോണ്ട് പറയാൻ എനിക്ക് ദൈവം കൃപ തന്നു. എൻ്റെ അർത്ഥം അറിയാമോ? രക്ഷയുടെ നിർണയം. He is my heavenly Father. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് വളരെ സങ്കീർണമായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. കലങ്ങി പറയുന്നുണ്ടോ? ഇല്ലേ? ഹേറ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ ജീവിക്കും?
ജീവിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലൊരപ്പൻ, എന്നെ കരുതുന്നൊരപ്പൻ, എന്നെ നോക്കുന്നൊരപ്പൻ, സൂക്ഷിക്കുന്നൊരപ്പൻ. കർത്താവ് പറഞ്ഞു, ഒരുവൻ പിതാവ്, സ്വർഗസ്ഥൻ അവനാണ്. അതുകൊണ്ടാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ആ ഹൃദയത്തിനകത്തൊരു നിർണയമുണ്ട്, മൈ ഫാദർ, മൈ ഡാഡി. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. കർത്താവ് ക്രിസ്ത്യനായ അഗസ്റ്റിൻ സാലൻസ്, അദ്ദേഹത്തെ കുറിച്ച് ഇപ്രാവശ്യം വന്നേ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ട്. അദ്ദേഹം ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് പോവുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് പോയപ്പോൾ കൺവെൻഷൻകാര് കൊടുത്ത പൈസ കൊണ്ട് ടിക്കറ്റ് മേടിച്ചപ്പോൾ തീർന്നു പോയി. അന്നത്തെ കാലം ഡിജിരിക്കുള്ള കാര്യം, കർണാടക. ഭക്ഷണം കഴിക്കാറായപ്പോൾ വിശപ്പ്, പൈസ ഇല്ല. ഈ വിശപ്പാക്കിയിരിക്കുകയും അടുത്തിരിക്കുന്നവരെല്ലാം പാക്കറ്റ് ഭക്ഷണപ്പൊതി തുറക്കുകയും കൂടെ ചെയ്താൽ ഈ ന്യായമായി നമ്മുടെ വിശപ്പങ്ങ് കൂടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരുപാട് വിശന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, കണ്ണീരോടെ അവിടെ അദ്ദേഹം പറഞ്ഞു, ആ ട്രെയിനെ നിന്ന് ഞാൻ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അപ്പച്ചാതിന്റെ മോന് വിശക്കുന്നു. അതാണ് സ്വർഗസ്ഥനായ പിതാവ്. ഡാഡി, ഇംഗ്ലീഷിലാണ് അദ്ദേഹം പറഞ്ഞത്. Daddy, your son is very hungry. 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോ കർത്താവ് ഉത്തരവ് കൊടുത്തു. ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ഒന്നാമത് ദൈവഭക്തി അവിടെ ആരംഭിക്കുന്നു. Blessed relationship with your heavenly Father. 2, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ. ഒരുത്തൻ, 10ാമത്തെ വാക്യം. അപ്പോൾ നമ്മുടെ ഒരു ലോഡ്ഷിപ്പിന്റെ കീഴിൽ, ഒരു ക്യാപ്റ്റന്റെ കീഴിലായിരിക്കണം, ഇല്ലേ? യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്നും കർത്താവെന്നും ഏറ്റവും കൂടെ പറയണമെങ്കിൽ അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് യേശുക്രിസ്തു, അടുത്ത വാക്കനാ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാം? He is the Lord of my life. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, കർത്താവേ ഇനിയും ഞാനല്ല. ആ വാക്യം കേട്ടിട്ടുണ്ടോ? ഗലാത്യർ 2:20. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. It is under his lordship. അതുകൊണ്ടാണ് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാത്തത്. തമ്പുരാൻ ഇഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ. താല്പര്യമുണ്ടെങ്കിലും ചെയ്യത്തില്ല. കാരണം ഞാൻ ആ യജമാനന്റെ കീഴിലാണ്. ആ യജമാനന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവരുടെ ഹൃദയം കൊണ്ട് യേശു രക്ഷകനെന്ന് വിശ്വസിക്കുക, വായ കൊണ്ട് കർത്താവ് എന്ന് ഏറ്റു പറയും. കർത്താവ് ജീവിതത്തിൽ നായകനായി തീരണം. നായകനായി തീരണം. ജീസസ് മസ്റ്റ് ബിക്കം ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്. നമുക്ക് അതിനകത്തൊരു അപാകത വന്നതെന്നാന്നറിയാം. ഏതാനും പോർഷൻ വെട്ടിയെടുത്ത് കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കർത്താവ് അളവക്കാരൊക്കെ നിന്റെ കയ്യിലാണ് കേട്ടോ. പിന്നെ ഈ ഭാഗമൊക്കെ ഉണ്ട്. ഇത് ഈ ലോകം പിന്നെ ഈ പരിഹാരവേദിയായിട്ട് പിന്നെ നിനക്കറിയാവുന്ന കൂടുതലും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടുത്തെ കാര്യവും എൻ്റെ സ്വന്തം കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഞാൻ ചെയ്യും. സെക്യുലർ ആൻഡ് സേക്രഡ് എന്ന് പറയും. അതായത് രണ്ടായിട്ട് വിഭാഗിച്ചിരിക്കുക. ചിലത് നമ്മുടെ നിത്യതയ്ക്ക് നമ്മൾ വിചാരിക്കുന്നു, കൊടയമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നു, സന്തോഷം. പക്ഷെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും ജീവിത ശൈലിയെക്കുറിച്ചുള്ള തീരുമാനം അതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിക്കത്തേ. പാടുമ്പം പാടുകയാണ്, അത് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ. അങ്ങനെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം കൂടെ പറയും, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകും. ഒന്ന് അല്പം ആലോചിച്ച് ഈ അടുത്തിടയ്ക്ക് ദൈവേഷ്ടം എന്താണെന്ന് ചെയ്ത് ഓർക്കുന്നുണ്ടോ? നമുക്ക് താല്പര്യമുള്ളത് ചെയ്തതെന്നല്ല, അതിന് മേലെ മോളിൽ നിന്നൊരു അപ്രൂവൽ ഉണ്ടാണ്. ഇല്ലേ? അപ്രൂവൽ ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ. അതിനൊരു രണ്ടാം ഭാഗം കൂടെ നോക്കാണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു,
നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശുശ്രൂഷകന്മാരാകും. 14-ാമത്തെ വാക്യം, നിങ്ങളുടെ ഏറ്റവും വലിയവർ നിങ്ങളുടെ ശുശ്രൂഷക്കാർ. കർത്താവിനായും നമ്മള് ദാസന്മാർ. ദൈവരാജ്യത്തിൽ ഒരു പദവിയേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് ഇല്ലേ, സെർവന്റ്. കർത്താവിന്റെ ദാസനാകുമ്പോൾ തമ്മിലും നമ്മൾ ദാസന്മാരാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല വന്നത്, ശുശ്രൂഷ ചെയ്യുവാനും. അപ്പോൾ സാക്ഷാൽ ദൈവഭക്തി ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു താല്പര്യം, ടു സെർവ് അതേഴ്സ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യം കാണുണ്ടായിരുന്നു. ആവശ്യം കാണുകയും ആവശ്യത്തിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം. അതാണ് ഒരു ശുശ്രൂഷകൻ ആവശ്യം. സർ, ഇന്ന് ഈ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് കോഴ്സസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? നേതൃത്വ പരിശീലനം. നല്ല കാര്യമാണോ? എല്ലാവരും പോകണം, ഒരു അവസരം കിട്ടുന്നതല്ല. നേതൃത്വ പരിശീലനം നല്ല കാര്യം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അനുഗമിക്കുന്നതിനെ കുറിച്ചൊരു പരിശീലനം അല്ലെങ്കിൽ ദാസനായിരിക്കുന്നതിനെ കുറിച്ചൊരു പഠിക്കേണ്ടതുണ്ടോ? എല്ലാവരും കൂടെ നേതാവായ എന്തോ ചെയ്യും. ഒരു കോളേജിലെ അഡ്മിഷൻ്റെ സമയത്ത് ഈ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു ക്വസ്റ്റ്യനെ ഇതായിരുന്നു, ഡു യു ഹാവ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നേതൃത്വ പാഠമുണ്ടോ? 10,400 ആപ്ലിക്കേഷൻ വന്നെന്നാണ് ഞാൻ വായിച്ചത്. എല്ലാവരും ഒരു പെങ്കൊച്ച് എഴുതിയില്ലെന്ന്. അപ്പോൾ അവൾ വിചാരിച്ച് അവൾ എഴുതത്തില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നിശ്ചയമായി നിന്നെ എടുക്കാൻ പോകാം. കാരണം 1300-ലധികം നേതാക്കന്മാരുണ്ടെടുത്ത് അനുഗമിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ കേരളത്തിലെ പ്രത്യേകത എല്ലാവരും നേതാക്കൾ. അപ്പോൾ അനുഗമിക്കാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഇതിനൊക്കെ പ്രൈസ് ദി ലോർഡ് പറയും. അപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്പിരിറ്റ് ഓഫ് സെർവൻഹുഡ്. പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. ആധ്യാത്മികതയുടെ വലിയ തെളിവ് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കും. 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ, ഹ്യൂമിലിറ്റി. ആധ്യാത്മിക മരങ്ങളിൽ അല്ലെങ്കിൽ ജീവിതശൈലി എൻ്റെ വിചാരം ഏറ്റവും മുമ്പ് നിൽക്കേണ്ട ഒരു കാര്യമാണ് താഴ്മ. ആരാണ് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാൽവിനാണെന്നാണ്. അദ്ദേഹം പറഞ്ഞു 3 ക്വാളിറ്റി വേണം നമുക്ക്. ഒരു 10-ന് 3 ക്വാളിറ്റി. 1 ഹ്യൂമിലിറ്റി. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് 2ാമത് എന്താ പറയുന്നത്? 2 ഹ്യൂമിലിറ്റി. 3 ഹ്യൂമിലിറ്റി. ഇത് നേടാൻ ഇച്ചിരി പ്രയാസം. ഈഗോ എന്ന് പറഞ്ഞ അഹം എന്ന് പറഞ്ഞൊരു സാധനം ജനനത്തിലേ കിട്ടുന്നൊരു സാധനമായിരുന്നു. ആദാമിന്റെ പാപത്തിൽ കൂടെ അകത്ത് കയറുന്നൊരു സാധനമായിരുന്നു. ഇത് പോകണമെങ്കിൽ ഇത്ര പ്രയാസം. ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പറയും. കൈ നോക്കിയിട്ടുണ്ട്, ചുരുട്ടി പിടിച്ചു. എന്താ പറയുന്നറിയോ? ദിസ് ഈസ് മൈൻ, ഐ വിൽ ഹാവ് ഇറ്റ് ആൻഡ് ഐ വോണ്ട് ഗിവ് ഇറ്റ്. ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ തന്നെ പിടിക്കും, ഇത് ഞാൻ ഒരുത്തർക്കും. വീണ്ടും ജനിക്കുമ്പോൾ കൈ തുറക്കണം. അപ്പോൾ വീണ്ടും ജനനത്തിന് ചില അടയാളങ്ങൾ. കൈ തുറക്കണം, വിനയപ്പെടണം, ബി ഹംബിൾ. ദൈവത്തെ വാസ്തവത്തിൽ അനുഭവിച്ചിട്ടുള്ള ആർക്കും അഹങ്കരിക്കാൻ ഒക്കത്തില്ല. തമ്പുരാനെ കണ്ടിട്ടുള്ളവരെല്ലാം നെടുമ്പാട് വീണിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേദോസം പറയും. അവന്റെ മുമ്പിൽ വീണു നമസ്കരിച്ചു. If you see God, you will never be proud.
നമുക്ക് അംഗീകരിക്കാൻ ഒട്ടും ഒക്കത്. അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഈ അപ്പസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാകട്ടോ. ഒരുപാട് അധ്വാനിച്ചു, ശരിയാണ്. പക്ഷേ ഞാൻ അപ്പസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാണ്. എന്നെയും കണ്ടോ? അതാണ് അപ്പസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതാനുഭവമാകാൻ ഇത്ര പ്രയാസം ആകാൻ ഒരു വഴിയേ ഉള്ളൂ. ആ 20-ാമത്തെ വാക്യത്തിന് മുമ്പ് പറഞ്ഞതോ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ, അറിയാവുന്നവരെന്ന് ഉറക്കെ പറയണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വ്യാഖ്യാനം തെറ്റാൻ കേട്ടോ. പരിശുദ്ധാത്മ നിറവെന്നൊക്കെ പറയുന്നത് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. പൂർണ്ണമായിട്ട് ഒതുങ്ങിക്കൊടുക്കുന്ന ഒരു സമയമുണ്ട് തമ്പുരാൻ. ആത്മാവ് ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൻ്റെ കരുത്തിലോട്ടൊന്ന് എംപ്റ്റി ചെയ്ത് കൊടുക്കണം. ആ സമയമാണ് ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല. നമ്മൾ പറയും, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, ഞാനില്ലെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല. അടുത്ത ആഴ്ച മുതൽ ഞാൻ കൊയറിലായി താഴ്ത്തുന്നത്. അപ്പം അടുത്ത ആഴ്ച മുതൽ ഞാൻ കൊയറില്ല, അല്ലെങ്കിൽ ഞാനിത് സേവനി സമാജത്തിൽ ഞാൻ കൂട്ടായിരുന്നില്ല. ഞാനില്ലെന്നല്ല, ഞാൻ ഇരുന്നോണ്ട് ഞാനല്ലെന്ന് പറയാൻ ഇച്ചിരി ഒന്ന് ചിന്തിച്ചാൽ പറഞ്ഞ വാല് ഒന്നുകൂടെ ശ്രദ്ധിച്ച്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പുറത്തു പോയി നിന്നോണ്ട് സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെടാത്തിടത്ത് ഞാൻ ഇരുന്നോണ്ട് ഞാനല്ലെന്ന് പറയണമെങ്കിൽ ഈ ഞാനെന്ന് പറയുന്നത് ക്രൂശിക്കപ്പെടണം. അത് നമ്മളെ കൊണ്ട് നടക്കത്തില്ല. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ പ്രക്രിയയാണ്. കർത്താവിൽ പ്രസിദ്ധനായിരുന്ന ജോർജ് മുള്ളറോട് ചോദിച്ചു, ജോർജ് മുള്ളറെ, നിന്നെ ദൈവം അങ്ങ് ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞു? എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്ന് ജോർജ് മുള്ളർ അന്ന് മരിച്ചു. അപ്പോൾ വിനയപ്പെടാനുള്ളൊരു മനസ്സ്, താഴ്മയുടെ അനുഭവം, അതുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഇല്ലെന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊക്കെ വന്നിട്ടുള്ള കുഴപ്പം. എല്ലാവരെയും കൂട്ടി നമ്മളെ കൂട്ടിയില്ല, മറന്നുപോയി. വിനയം ഉണ്ടെങ്കിൽ സംതൃപ്തരായിട്ടിരിക്കും, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാനെന്നുള്ളത് ഭൂമി വരും. എല്ലാവരെയും ഉപയോഗിച്ചു, എന്നെ ഉപയോഗിച്ചില്ല. താരത്തിരിക്കാം, സൗമ്യമായിരിക്കാനുള്ള കൃപയുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നറിയാനാണ് ചില സന്ദർഭങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവരെ കമ്പനിക്ക് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. കമ്പനിക്ക് ഡയറക്ടർ കമ്പനി ജോലി ചെയ്തിട്ടില്ല. ഓരോരുത്തരുടെ അതിൻ്റെ ഡെസിഗ്നേഷന്, ഫോൺ നമ്പർ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കമ്പനിയിലുള്ള എല്ലാവരും അറിയാനും അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം അവർ പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ പേരും വെച്ചു, എൻ്റെ ഫോൺ നമ്പറും വെച്ചു, ബാക്കി എല്ലാം വെച്ചു. എൻ്റെ ഡെസിഗ്നേഷൻ അവർ വിട്ടുപോയി. അവിടെ കാര്യമായിട്ട് ഞാനെന്നുള്ള ഭാവമുണ്ടല്ലോ, അങ്ങ് പൊങ്ങി വന്നെനിക്ക്.
പിന്നെ ചില ജോലി എന്നോട് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഏൽപ്പിക്കും. അപ്പം പറയും വകുപ്പില്ലാത്ത മന്ത്രി അങ്ങ് ചെയ്തേക്കാമെന്ന് പറയും. എൻ്റെ ഭാഷയാണ്. മിനിസ്റ്റർ വിത്തൗട്ട് പോർട്ട്ഫോളിയോ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വാചകം കൂടെ ചേർത്തങ്ങ് ഉപയോഗിക്കും. എന്തുകൊണ്ട് എങ്ങനെ പറയുന്നതെന്നറിയാമോ? എന്നെ വിട്ടുകളഞ്ഞില്ലയോ, എൻ്റെ ഡെസിഗ്നേഷൻ വിട്ടില്ലയോ? ഞാൻ പറയും. ഇന്ന് രാത്രി 2026 ഒരു പാട്ടുണ്ട്. എന്നിൽ കാണട്ടെ യേശുവിൽ സൗന്ദര്യം, തൻ്റെ സ്നേഹം, തൻ്റെ വിശുദ്ധി. പരിശുദ്ധാത്മാവിനെ ശുദ്ധി ചെയ്യുക. നിന്റെ സ്നേഹം എന്നിൽ പൂർണ്ണമായി വെളിപ്പെടുന്നതുവരെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനുള്ള കൃപ തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കൻ പ്രസിഡന്റുമാരിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും എബ്രഹാം ലിങ്കൺ. സിവിൽ വാർ നടക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസിഡന്റ്. ഒരുപാട് നാൾ നടന്നു. വലിയ സമ്മർദ്ദത്തിൻ്റെ സമയമാണ്. സിവിൽ വാർ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമാൻഡറെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കമാൻഡറിൻ്റെ വസതിയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, അതായത് ചീഫ് സെക്രട്ടറി പോലെ, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് കുതിരപ്പുറമാകട്ടെ അന്ന് കാലത്തുള്ള സമയം കുതിരപ്പുറത്ത് അവിടെ ചെന്നപ്പോൾ കമാൻഡർ അവിടെ ഇല്ല. എവിടെയോ പുറത്തു പോയിരിക്കും. ന്യായമായും പ്രസിഡന്റിന് പറയാം, എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ട് പോകാം. എന്നാൽ വീട്ടുകാർ പറഞ്ഞു പോയിരിക്കുകയെന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തിരിക്കുമ്പോൾ ഈ കമാൻഡർ തിരിച്ചു വന്നു. ഈ ആപ്പോസിറ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരുപാട് അകത്തെയാണ്. അദ്ദേഹം വന്ന് ഇവിടെ ഇരിക്കുന്ന ആരാണെന്ന് നോക്കി അകത്ത് കയറി. അവരോട്ട് കയറി വാതിൽ അടച്ചു. അപ്പോൾ ചീഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞു കൊടുത്തു, നാളെ അദ്ദേഹത്തെ പിരിച്ചു വിട്ടേക്കണമെന്ന്. പ്രസിഡന്റിന് കൊടുക്കുന്ന ആലോചന നാളെ പ്രസിഡന്റിനെ കണ്ടിട്ട് അല്ലെങ്കിൽ കാണാതെ പോയതുപോലെ അങ്ങോട്ട് കയറിപ്പോയ ആ അഹങ്കാരിയെ നാളെ ആ സ്ഥാനത്തൊന്ന് വിട്ടേക്കണമെന്ന് പറഞ്ഞു. പിന്നെ പ്രസിഡന്റ് പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ യുദ്ധം ജയിക്കാൻ എൻ്റെ കമാൻഡറിൻ്റെ കുതിരയുടെ കടി ഞാൻ പിടിക്കേണ്ടി വന്നാൽ ഞാനത് ചെയ്യും. എന്താ ക്ഷമിക്കാൻ പ്രയാസം? അഹന്തയാണ്. മറ്റുള്ളവരുമായി ചേർന്ന് പോകാൻ കഴിയാത്തതിൻ്റെ രഹസ്യം എന്നാ? ഒരുപാട് അന്വേഷിക്കും. വിനയം. ഇന്ന് രാത്രി വലിയ സൗഖ്യമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ട് പ്രൈസ് ദി ലോർഡ്. കർത്താവെ എന്നെ കാണട്ടെ യേശുവിൻ്റെ സൗന്ദര്യം. വീട്ടിലെ മക്കൾ കണ്ടോട്ടെ, അയൽവാസികൾ കണ്ടോട്ടെ, ദേശം അറിയട്ടെ ഒരു ദൈവഭക്തനും കൂടെ ഉണ്ട്, ഒരു ഭക്തിയായ സ്ത്രീയും ലോകം. പ്രാർത്ഥിക്കട്ടെ, എന്നിൽ കാണട്ടെ യേശുവിൻ്റെ സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. ആ കോറസ് പാടാൻ പോവാണ്. എല്ലാവരും ഹൃദയപൂർവ്വം പാടും. എന്നിൽ കാണട്ടെ യേശുവിൻ സൗന്ദര്യം, അത്ഭുത സ്നേഹം, വിശുദ്ധിയും പരിശുദ്ധാത്മാവേ സ്തുതി ചെയ്യാൻ സൗന്ദര്യം
ഭാവത്തിനെ കാണുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ പാടും. കർത്താവിൻ്റെ കാപ്പറ്റി ഉപേക്ഷിക്കണം. അന്തരംഗത്തിൽ സത്യം തന്നെ കർത്താവ്. പെയിന്റ് അടിച്ചുള്ള ജീവിതം വേണ്ട കർത്താവ്. മറ്റുള്ളവരെ ചലിപ്പിച്ചുള്ളൊരു ജീവിതം വേണ്ട. തിളക്കം കൊണ്ട് ജീവിതത്തിൻ്റെ പുറമേയുള്ള തിളക്കം കൊണ്ട് ആന്തരികമായ കുറവുകളെ മറച്ചു വെച്ച് ജീവിക്കുന്ന ജീവിതം വേണ്ട. അങ്ങേ പിതാവ് എന്നുള്ള രീതിയിൽ വളരെ അർത്ഥവത്തായ ദൈവേഷ്ടത്തിൽ സഹോദരന്മാരെ സ്നേഹിച്ച് അന്യോന്യം ശുശ്രൂഷിച്ച് വിനയപ്പെട്ട് കർത്താവേ കൃപ തരണമേ. എന്നോട് ചേർന്ന് പാടി പുതുവർഷത്തിൽ ഈ കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അനുസരിക്കാൻ കൃപ തരണമേ. ക്രൂസിന് സാക്ഷികളായിരിക്കുക മാത്രമല്ല, നിന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈദ്യനായി കർത്താവിൻ്റെ സാക്ഷിയാണ് ജീവിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രി ഹോളിൻ്റെ നടുവിൽ ആരാണ് തകർന്നതെന്ന് അടിയിലറിഞ്ഞുകൂടാ. ആ തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കണം. ആ കുടുംബത്തെ നീ തൊടണം. ആ സാഹചര്യത്തെ നീ സ്പർശിക്കണം. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ.